ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങൾ. വനവാസം എന്ത് വനവാസം? അതിനെ പഴയ കാലം പറഞ്ഞു വെച്ചല്ലേ. ആ ഞാൻ പോയില്ല വനവാസത്തിൽ പോകുന്നു. വനവാസം രാഷ്ട്രീയം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സംശയവും വേണ്ട, ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് തെറ്റെല്ലാം തിരുത്തി ശരിയായ രീതിയിൽ ജനങ്ങളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിച്ച് അടുത്ത 26 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. യെസ്. ആ അല്ല ഞങ്ങളിപ്പോൾ പ്രകടമായി കണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ആവശ്യമായ പരിശോധന താഴത്ത് നടത്തിയിട്ട് റിവ്യൂവും കൂടി ചേർന്ന് നിങ്ങളോട് പറയാനുള്ളത് പറയാം. പരിശോധിക്കും, അതെല്ലാം പരിശോധിക്കും. ഞങ്ങളെ പരിശോധന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിശോധിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇടയിലെ പരിശോധിക്കുക പരിശോധിക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാനക്ക് ഇതും കൂടി ഒന്ന് കേട്ടോ, ഇനി വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അതായത് ഞങ്ങളിത് ഒരു പ്രാഥമികമായ രീതിയിലുള്ള പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ ജില്ലാ കമ്മിറ്റികളിൽ താഴെ കമ്മിറ്റികളിലോ ഇത് താഴെ വരെയുള്ളതാണല്ലോ, അതെല്ലാം ചേർന്ന് പരിശോധിച്ച് പിന്നീട് വീണ്ടും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ഈ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അത് നിങ്ങളോട് അന്നേരം പറയും. ഇതോ ഇത് ഇമ്മാസം അവസാനിക്കും. ഈ പ്രോസസ്സോ ഈ മാസം അവസാനിക്കും. മതി ഇനി കുറേ പ്രാവശ്യം ഈ ഭരണവിരുദ്ധ വികാരം. അതായത് അദ്ദേഹം തന്നെ തിരിച്ചല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വർത്തമാനം സംബന്ധിച്ചിടത്തോളം ഒരു പുതു നാടൻ വർത്തമാനം പറഞ്ഞത് മാത്രമേ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതായത് പ്രകടമായി ഇതൊന്നുമല്ല. എന്നാൽ ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കാന്ന് നിങ്ങളെന്തിനാ എത്ര ബേജാറാകുന്നു വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ? അതും പരിശോധിക്കും. പിന്നെന്താ പരിശോധിക്കാണ്ട്? ഏത് പാട്ടൊക്കെ പലതും വിമോചന സമരത്തിന് എന്തെല്ലാം പാട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാട്ട് വിമോചന സമരകാലത്ത് 50 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.